നമസ്കാരം. വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട ക്ഷമയെപ്പറ്റി ക്രിസ്തുവിൻ്റെ ഒരു ഉപമയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ശീമോൻ പത്രോസ് കർത്താവിൻ്റെ അടുക്കൽ ഒരു ചോദ്യം ഉന്നയിക്കുന്നു. കർത്താവേ, സഹോദരങ്ങൾ എത്ര വട്ടം എന്നോട് ക്ഷമിച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21-ാമത്തെ വാക്യമാണത്. എന്തുകൊണ്ട് 7 വട്ടം എന്ന് ചോദിച്ചു. യഹൂദാവീക്ഷണത്തിൽ 7 പൂർണ്ണതയുടെ സംഖ്യയാണ്. പൂർണ്ണമായി ക്ഷമിക്കണമെന്നാണോ അതിൻ്റെ അർത്ഥം? അതിന് കർത്താവ് പത്രോസിനോട് പറഞ്ഞ മറുപടി ഇതാണ്: 7 എന്നല്ല, 70 വട്ടം എന്നായിരുന്നു. അത് ഗണിതപരമായിട്ടുള്ള കണക്കല്ല. അതിനൊരു ഉപമയാണ് കർത്താവ് തുടർന്നു പറഞ്ഞു കൊടുത്തത്. ഒരു രാജാവ് കണക്ക് പരിശോധിച്ചപ്പോൾ തൻ്റെ ഒരു ഭൃത്യൻ ഭീമമായൊരു സംഖ്യ 10,000-ഓളം എടുത്ത താലന്ത് തനിക്ക് കടപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടു. അയാളെ വിളിച്ചവൻ്റെ വസ്തുവകകൾ കണ്ടുകെട്ടിയും ഭാര്യയും മക്കളെയും അടിമകളാക്കി വിറ്റും തൻ്റെ കടം വീട്ടുവാൻ ആജ്ഞാപിച്ചു. അയാൾ രാജാവിൻ്റെ കാൽക്കൽ വീണ് എല്ലാം തന്നുകൊള്ളാം, ഒരു സാവകാശം തരണമെന്ന് കേണപേക്ഷിച്ചു. രാജാവിൻ്റെ മനസ്സലിഞ്ഞു. കടം മുഴുവൻ ഇളവ് ചെയ്തു കൊടുത്തു. അങ്ങനെ ഇളവ് കിട്ടിയ അവൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു. അവൻ്റെ തൊണ്ടയ്ക്ക് ഞെക്കി കടം തീർക്കുക എന്ന് ആക്രോശിച്ചു. ആ ദാസൻ, എന്നോട് ക്ഷമിക്കണം, ഞാൻ തന്നു തീർത്തുകൊള്ളാം എന്ന് പറഞ്ഞേരെ അത് ശ്രദ്ധിക്കാതെ നിർദാക്ഷിണ്യം ആ കൂട്ടുദാസനെ പിടിച്ച് തടവിലാക്കി. ഇക്കാര്യം അവൻ്റെ കൂട്ടുദാസന്മാർ രാജാവിനെ അറിയിച്ചു. രാജാവ് ദേഷ്യപ്പെട്ടു. അവനെ വിളിച്ചു: ദുഷ്ടദാസനെ, നിനക്ക് ഞാൻ എല്ലാം ഇളവ് ചെയ്തു തന്നപ്പോൾ നീ എന്തുകൊണ്ട് നിൻ്റെ കൂട്ടുദാസനോട് ക്ഷമിച്ചില്ല എന്ന് പറഞ്ഞു. അവനെ കാരാഗൃഹത്തിൽ അടച്ചു. ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്നത് ക്ഷമിക്കുക എന്നുള്ള അർത്ഥമാണ്. ക്ഷമയ്ക്ക് വലിയ അർത്ഥമുണ്ട്. ആ ക്ഷമ നൽകുന്ന ശാന്തി വളരെ വലുതാണ്. ക്ഷമ നൽകുമ്പോൾ ലഭിക്കുന്ന ശാന്തിയും ആശ്വാസവും എത്ര വലുതാണ്, അത് ദൈവകൃപ വ്യാപരിച്ചവർക്കേ മനസ്സിലാവൂ. ആ ക്ഷമ എന്ന ഉദാത്തമായ ആ ദൈവ അനുഗ്രഹം വെളിവാക്കുന്ന ഒരു കഥ ഇതാണ്. 1974 ഡിസംബറിൽ യൂഗ് എന്ന 10 വയസ്സുകാരൻ സ്കൂളിൽ നിന്ന്